സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കായംകുളം ടൗൺ ബ്ലോക്ക് കമ്മിറ്റി വനിതാ ദിനാചരണം സംഘടിപ്പിച്ചു. യു പ്രതിഭ MLA ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കായംകുളം ടൗൺ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സാർവദേശീയ വനിതാ ദിനാചരണം സംഘടിപ്പിച്ചത്. ടൗൺ പെൻഷൻ ഭവനിലായിരുന്നു പരിപാടി. യു പ്രതിഭ MLA ഉദ്ഘാടനം ചെയ്തു. ഈ ദിവസം മാത്രമല്ല, എല്ലാ ദിവസവും സ്ത്രീകളെ കണക്ട് ചെയ്ത് പോവാതെ ഒരാൾക്കും അല്ലേ, ഒരു സ്ത്രീയെ കണക്ട് ചെയ്യാതെ നമുക്കെങ്ങും പോകാൻ കഴിയത്തില്ല എന്നുള്ളതാണ്. ഒരു വീടിനാണെങ്കിലും എവിടെയാണെങ്കിലും ഏത് കാര്യത്തിനും മുൻപന്തിയിൽ ഇന്ന് സ്ത്രീകൾ നിറഞ്ഞു നിൽക്കുന്നൊരു ലോകത്താണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. കേരളത്തിൽ ഞങ്ങളിപ്പോൾ ഏത് പരിപാടി എന്ന് എടുത്തു നോക്കിയാലും സ്റ്റേജിലെല്ലാം സ്ത്രീകളാണ്. കാരണം 50% സംവരണം കൂടി വന്നതോടുകൂടി കേരളത്തിലെ ഒരു 45 പേരടങ്ങുന്ന ഒരു നഗരസഭയുണ്ട്. അവിടെ 25 അല്ലെ 22, 23 പേരും സ്ത്രീകളാണ് വരുന്നത്. 22 അല്ലെ 23, 23.5 വരാൻ പറ്റാണ്ട് 24 ഒക്കെ കയറി വരികയാണ്. ജനറൽ സീറ്റിലും വനിതകൾ മത്സരിക്കുന്ന കേരളത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. പക്ഷേ ഇന്നും സ്ത്രീകളോടുള്ള ആറ്റിറ്റ്യൂഡിൽ ഇനിയും ഒത്തിരി മാറ്റങ്ങൾ വരേണ്ട ഒരു സമൂഹത്തിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. പരസ്പരം സ്നേഹവും ബഹുമാനത്തോടും കൂടിയുള്ള ഒരു സമൂഹ സൃഷ്ടിയാണ് വനിതാ ദിനത്തിൽ നമ്മളെല്ലാം മുന്നോട്ട് വെക്കുന്നത്, അല്ലേ? സ്ത്രീക്ക് ഒരു പ്രത്യേക ഐഡൻറ്റിറ്റി, പുരുഷനൊരു പ്രത്യേക ഐഡൻറ്റിറ്റി ഇല്ല. രണ്ടുപേർക്കും ഐഡൻറ്റിറ്റി ഉണ്ട്. പക്ഷേ എനിക്ക് തിരിച്ചറിവായ കാലം മുതൽ ക്യാമ്പയിൻ ചെയ്യുന്ന ജീവശാസ്ത്രപരമായ പ്രത്യേകത മാത്രമാണ് നമ്മളെ തമ്മിൽ വേർതിരിക്കുന്നത്. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജി സുകുമാരിയമ്മ അധ്യക്ഷത വഹിച്ചു. വനിതാ കമ്മിറ്റി ജോയിന്റ് കൺവീനർ പി സീനത്ത് സ്വാഗതം പറഞ്ഞു. എസ് ലളിതമ്മ, ശൈലജാദേവി, കെ രാജമ്മ, ഓമന ശ്രീധർ, എൻ ശൈലജ, ബി ജീവൻ, KR രാമഭദ്രൻ, കെ രവീന്ദ്രകുറുപ്പ്, സി മുരളീധരൻപിള്ള, ഹുസൈൻ പായിക്കാട്, ഒ അബ്ദുൽ മജീദ്, എ വിക്രമൻ നായർ, കെ ഷറഫുദ്ദീൻ, എ ഇസഹാഖ് കുഞ്ഞ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.